വ്യാപകമായ തോതിലാണ് വ്യാജ പ്രചാരണവും അപവാദ പ്രചാരവേലയും രാഷ്ട്രീയ പ്രതിയോഗികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദീർഘകാലത്തെ രാഷ്ട്രീയ വിശ്വാസ്യതയെയും ക്രെഡിബിലിറ്റിയെ തന്നെ ബാധിക്കത്തക്ക നിലയിൽ വളരെ വിശ്വസനീയമായ നിലയിലുള്ള കാർഡുകളും പോസ്റ്റുകളുമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വ്യക്തിഹത്യയിലൂടെ രാഷ്ട്രീയമായി ഉന്മൂലനം ചെയ്യുക എന്ന പരമ്പരാഗതമായ നയം ആധുനിക സങ്കേതങ്ങളുടെ പിൻബലത്തോടുകൂടി നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് രാഷ്ട്രീയ പ്രതിയോഗികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി നിരന്തരമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ അല്ലെങ്കിൽ കാർഡുകൾ 100% അടിസ്ഥാനരഹിതവും വസ്തുതകളുമായി പുലബന്ധം പോലും ഇല്ലാത്തതാണ്. ഞാൻ BJPയിലേക്ക് ചേക്കേറുന്നു, BJPയുടെ സ്ഥാനാർത്ഥിയായി രംഗപ്രവേശം ചെയ്യുന്നു, സമാന സ്വഭാവത്തിൽ എൻ്റേതെന്ന് വിശ്വസിക്കത്തക്ക നിലയിലുള്ള കാർഡുകളാണ് പലപ്പോഴും പോസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇത് സത്യത്തിൽ നിയമവിരുദ്ധമാണ് എന്ന് മാത്രമല്ല, ഇത് ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ളതല്ല. ഇത് പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ പോലും മലീമസപ്പെടുത്താനും നമ്മുടെ രാഷ്ട്രീയ വിശ്വാസ്യതയെയും ജനാധിപത്യ സംവിധാനത്തെയും ദുർബലപ്പെടുത്താൻ മാത്രമേ ഉപകരിക്കൂ. മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് മനസ്സാ വാച കർമ്മണ എന്ന് പറയുന്നത് പോലെ കേവലമായി ഊഹിക്കുകയോ ആലോചിക്കുകയോ പോലും ചെയ്യാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മുടേതാണ് എന്ന് വരുത്തക്ക നിലയിൽ പോസ്റ്റ് കാർഡുകൾ ഉണ്ടാക്കി അല്ലെങ്കിൽ വീഡിയോകൾ ഉണ്ടാക്കി അല്ലെങ്കിൽ വാർത്തകളായി ഓൺലൈൻ സംവിധാനത്തിലൂടെയും അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെയും ഒക്കെ പ്രചാരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യ പ്രക്രിയയെ തന്നെ, ഈ സംവിധാനത്തെ തന്നെ ദുർബലപ്പെടുത്താൻ മാത്രമേ ഉപകരിക്കൂ. അപ്പോൾ രാഷ്ട്രീയമായി എതിർക്കുന്നവരെ രാഷ്ട്രീയമായി പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ വ്യക്തിഹത്യയിലൂടെ ഉന്മൂലനം ചെയ്യുക എന്ന സിദ്ധാന്തമാണ് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഞാനതിൻ്റെ പേരൊന്നും ഇപ്പോൾ പറയുന്നില്ല, ബോധപൂർവമായി ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നിയമത്തിൻ്റേതായ പരിമിതികളുള്ളതുകൊണ്ട് ആ നിയമത്തിൻ്റെ ആനുകൂല്യം ഉപയോഗിച്ചുകൊണ്ടാണ് സമൂഹത്തിൽ വിഭാഗീയത വളർത്തുന്നതിനും അതുവഴി സംഘർഷമുണ്ടാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള മാധ്യമ പ്രചാര പ്രവർത്തനങ്ങളാണ് നിയമാനുസൃതമായി ശിക്ഷ അർഹിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള സൈബർ ക്രൈം അല്ലെങ്കിൽ സൈബർ സെല്ലുകളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ കൊടുത്താൽ പോലും ഫലപ്രദമായ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായിട്ടുള്ള സൈബർ വേട്ടയ്ക്കിരയായിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി, രാഷ്ട്രീയമായിട്ടുള്ള വിശ്വാസ്യത, നമ്മുടെ പേഴ്സണൽ ഇൻറ്റഗ്രിറ്റി, നമ്മുടെ വ്യക്തിഗതമായിട്ടുള്ള എല്ലാ സവിശേഷതകളെയും നമ്മുടെ മുഴുവൻ ക്രെഡിബിലിറ്റിയെയും ഇൻറ്റഗ്രിറ്റിയെയും ചോദ്യം ചെയ്യുന്ന നിലയിൽ നമ്മുടെ വ്യക്തിത്വത്തെ പോലും തകർക്കുന്ന നിലയിലുള്ള അതിനിശ്ചിതവും അപവാദം നിറഞ്ഞതും മലീമസവുമായിട്ടുള്ള പ്രചരണങ്ങളിലൂടെയാണ് ഇന്ന് രാഷ്ട്രീയ രംഗത്ത്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വിജയം കൈവരിക്കുന്നതിന്, രാഷ്ട്രീയ പ്രതിയോഗികളെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ. ഇതിനെ പൊതുസമൂഹം ശക്തമായി അപലപിക്കണം. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള വ്യാജ പ്രചാര വേലകളെ അർഹിക്കുന്ന അവഗണനയോടുകൂടി തള്ളിക്കളയണം. ഇതിൻ്റെ വെറാസിറ്റിയെ സംബന്ധിച്ച്, ഇതിൻ്റെ ശരിയെ സംബന്ധിച്ചുള്ള പരിശോധനയ്ക്ക് പൊതുസമൂഹം വിധേയമാകണം. അതല്ല എന്നുണ്ടെങ്കിൽ വലിയ തോതിലുള്ള തെറ്റിദ്ധാരണയും ആശയക്കുഴപ്പവും സമൂഹത്തിലുണ്ടാകും. ശരിയും തെറ്റും ഏതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ സമൂഹത്തെ ആശയക്കുഴപ്പത്തിലാക്കി തെളിവെള്ളം കലക്കി മീൻ പിടിക്കാൻ നടത്തുന്ന പരിശ്രമം പോലെ രാഷ്ട്രീയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ഹിംസാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളെ സർവ്വശക്തിയും ഉപയോഗിച്ച് എതിർക്കാൻ സമൂഹത്തിൽ കഴിയണം. ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കരുത് എന്നാണ് എനിക്ക് വലിയ പരിസരം അഭ്യർത്ഥിക്കാനുള്ളത്. രാഷ്ട്രീയമായി എതിർത്തോ അതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളോ ഹാസ്യാത്മകമായിട്ടുള്ള പ്രചരണങ്ങളോ എന്തു വേണമെങ്കിലും ആയിക്കോ, പക്ഷേ മനസ്സിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യത്തെ സംബന്ധിച്ച് ഒരു പോസ്റ്റിൽ ഞാൻ കണ്ടതാണ്. BJPയിൽ ചേരുന്നതിന് മുമ്പായി തീർച്ചയായും എല്ലാവരെയും അറിയിച്ചുകൊണ്ട് മാത്രമേ ഞാൻ BJPയിൽ ചേരുന്നത്, എൻ്റേതായിട്ടുള്ള പോസ്റ്റ് കാർഡാണ്. അതുപോലെ നിരവധിയായിട്ടുള്ള ക്യാമ്പയിനുകൾ, ഞാൻ അതിലേക്കൊന്നും വിശദമായി പോകുന്നില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അപവാദ പ്രചാര പ്രവർത്തനങ്ങളെ സർവ്വശക്തിയും ഉപയോഗിച്ച് എതിർക്കാനും നിഷ്കരുണം നിരാകരിക്കാനുമുള്ള ഉയർന്ന രാഷ്ട്രീയ പ്രതിബദ്ധത കേരള സമൂഹം കാണിക്കണം. ഇത്തരത്തിലുള്ള പ്രചാര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. സൈബർ സെല്ലിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ നടപടികൾ ഉണ്ടാകണം. ഇതാണ് എനിക്ക് പൊതുവായി ഇതിനെ സംബന്ധിച്ച് പ്രതികരിക്കാൻ അഭിപ്രായപ്പെടാനുള്ളത്.